ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ ഉഴുന്ന് വെച്ചിട്ട് ഒരു ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് നമുക്ക് 1 കപ്പ് ഉഴുന്ന് വേണം, പിന്നെ 1/4 കപ്പ് പച്ചരിയും കൂടി വേണം. ഇതാണ് ഇതിന് വേണ്ട ചേരുവകൾ. അപ്പോൾ ആദ്യം ഉഴുന്നും പച്ചരിയും കൂടി നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ഒരു 3 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടി വെക്കണം. രാവിലെ കുതിർക്കാൻ സമയമില്ലെങ്കിൽ രാത്രി തന്നെ നമുക്ക് കുതിർത്ത് വെക്കാം. അപ്പോൾ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു 3 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കണം. വെള്ളം ഒരുപാട് ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഏകദേശം നമുക്ക് 1/2 മുതൽ 1/4 കപ്പ് വെള്ളം വേണ്ടി വരും അരച്ചെടുക്കാനായിട്ട്. പിന്നെ അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് ഫൈൻ ആക്കാതെ കുറച്ചൊരു തരിതരിപ്പായിട്ട് അരയ്ക്കുന്നതായിരിക്കും നല്ലത്. റവയുടെ ഒക്കെ ഒരു പരുവല്ലേ, നല്ല നൈസായിട്ടുള്ള റവ, ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതിൻ്റെ കൂടെ ഒരു വലിയ പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മാവ് അരച്ചതിന് ശേഷം ഉടനടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാവിൻ്റെ പരുവം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കണം കേട്ടോ. ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാക്കിയെടുക്കാം. ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പ്ലേറ്റ് എടുക്കുക, അല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ ഒരു കേക്ക് ടിൻ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതേക്ക് ഒരു പകുതി ഭാഗത്തോളം മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒരുപാടങ്ങ് പൊന്തി വരുന്നില്ല കേട്ടോ, കുറച്ചൊന്ന് പൊന്തി വരും, പക്ഷേ ഒരുപാടങ്ങ് പൊന്തി വരുന്നില്ല. പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ പകുതി ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റ് വേണമെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊരു സ്റ്റീമറിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഡ്ഡലി പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇതും 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കിയാൽ മനസ്സിലാവും. മാവ് ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ ഇത് റെഡി ആയിരിക്കും. അപ്പോൾ ഇത് ഒട്ടി പിടിക്കുന്നൊന്നുമില്ല കേട്ടോ, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അഥവാ 15 മിനിറ്റിന് ശേഷം ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എക്സ്ട്രാ വെച്ചാൽ മതിയാവും. ഇതിങ്ങനെ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് വിടിയിച്ചെടുക്കാൻ പറ്റും. ആദ്യം സൈഡിൽ നിന്നൊക്കെ ഒന്ന് കുത്തി കൊടുക്കുക. തണുത്താൽ തന്നെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് തണുക്കാൻ വെച്ചാൽ മതി, കൂടുതൽ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഉഴുന്നിൻ്റെ അളവാണ് കൂടുതൽ, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ ഏതെങ്കിലും നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നി വെച്ചിട്ട് നമുക്ക് കഴിക്കാം. മുളക് ചട്നിയോ അല്ല ഉള്ളി ചട്നിയൊക്കെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലാതെ തന്നെ വെറുങ്ങനെ കഴിക്കുകയും ചെയ്യാം. ഇതിനകത്തൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. മുളക് ചട്നിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ശരി, നമ്മൾ നേരത്തെ ഇഡ്ഡലി പാത്രത്തിലും അത് വേവിച്ചെടുത്തിരുന്നല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് നോക്കാം. പക്ഷേ ഇത് കുറച്ച് കട്ടിയായിട്ടാണ് കേട്ടോ ഉള്ളത്, ഒരുപാട് സോഫ്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പ്ലേറ്റിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, നല്ല സോഫ്റ്റ്നെസ് കിട്ടും. ഇഡ്ഡലി പാത്രത്തിലാകുമ്പോൾ ടേസ്റ്റ് അതേ ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇഡ്ഡലി പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കേണ്ടി വരും, എന്നാലേ നമുക്ക് ആ സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്